നമസ്കാരം, ഞാൻ ഡോക്ടർ അരുണുമൻ, ന്യൂറോ സർജനാണ്. ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ തലച്ചോറിലെ മുഴകൾ ഏതൊക്കെ രീതിയിലൂടെ ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം, ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ തലയോട്ടിക്ക് ഉള്ളിൽ വളരുന്ന ഏത് മുഴയെയും നമ്മൾ ബ്രെയിൻ ട്യൂമർ എന്ന് പറയും. അപ്പോൾ അത് ബിനൈൻ ട്യൂമർ ആവാം, മാലിഗ്നൻ ട്യൂമർ ആവാം. ബിനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ അല്ലാത്ത ട്യൂമർ, മാലിഗ്നൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറസ് ആയിട്ടുള്ളത്. 60% ബ്രെയിൻ ട്യൂമേഴ്സും ബിനൈനാണ്, അതായത് ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. ബാക്കി 40% മുഴകളാണ് ക്യാൻസറായിട്ടുള്ള മുഴകൾ. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുഴ വളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുക എന്നതാണ് അതിൻ്റെ ചികിത്സാ രീതി. അതാണ് പ്രധാനപ്പെട്ട ചികിത്സ. കംപ്ലീറ്റ് എക്സിഷൻ ഓഫ് ദ ട്യൂമർ, അതാണ് അതിൻ്റെ ചികിത്സാ രീതി. അപ്പം തലയോട്ടിയിലൂടെ ഏത് കീഹോൾ വഴിയോ അല്ലെങ്കിൽ തലയോട്ടി തുറന്നോ ക്രനിയോട്ടമി വഴിയോ നമുക്ക് ആ ട്യൂമർ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ. സർജറി, ശസ്ത്രക്രിയയാണ് പ്രധാനപ്പെട്ട ചികിത്സ. അതിന് പല രീതിയിലുള്ള ശസ്ത്രക്രിയയുണ്ട്. കീഹോൾ സർജറീസ് ഉണ്ട്, ക്രനിയോട്ടമി ഉണ്ട്, ക്രനിയോട്ടമി ഉണ്ട്. അതായത് പേഷ്യൻറ്റിനെ മയക്കാതെ പേഷ്യനോട് സംസാരിച്ചുകൊണ്ട് സർജറി ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻ്റ് പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വൈകല്യം വരുന്നുണ്ടോ, സംസാരത്തിൽ എന്തെങ്കിലും കുഴച്ചിൽ വരുന്നുണ്ടോ, അതോ കൈകൾ അനക്കുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം പേഷ്യൻ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ സർജനെ എടുത്ത് അവർ പറഞ്ഞുകൊണ്ട് നമുക്ക് സർജറി ചെയ്യാൻ കഴിയും. അതാണ് ക്രനിയോട്ടമി. പിന്നെ സർജറി ചെയ്ത് അതിനെ നമ്മൾ പരിശോധനയ്ക്ക് അയച്ച് അത് എന്ത് തരം മുഴയാണ് ആസ്പദമാക്കിയാണ് പിന്നെയുള്ള ചികിത്സ നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് റേഡിയേഷൻ വേണോ, കീമോതെറാപ്പി വേണോ, അതോ മറ്റേതെങ്കിലും ചികിത്സാ രീതികൾ വേണമെന്നുള്ളത്. അപ്പം റേഡിയേഷൻ എന്ന് വെച്ചാൽ പല രീതിയിലുള്ള റേഡിയേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് റേഡിയേഷനൊക്കെ വളരെ പ്രിസൈസാണ്. അതുകൊണ്ട് ആ മുഴയ്ക്ക് മാത്രം റേഡിയേഷൻ അടിച്ച് ചുറ്റുമുള്ള തലച്ചോറിന് യാതൊരു പ്രശ്നം വരാതെ ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് കീമോതെറാപ്പിയൊക്കെ ഇപ്പോഴും പല രീതിയിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് സംഭവിക്കുന്നുണ്ട്. യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത മെഡിസിൻസൊക്കെ ഇപ്പോൾ ഒരുപാട് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കീമോതെറാപ്പിയിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. പിന്നെ ചിലതരം ട്യൂമേഴ്സിന് മറ്റ് ചികിത്സാ രീതികളുണ്ട്. അതായത് ഹോർമോൺ തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, ജീൻ തെറാപ്പി, ബയോളജിക്കൽ വൈറസ് മോഡിഫിക്കേഷൻ തെറാപ്പി, അങ്ങനെ പല രീതിയിലുള്ള ചികിത്സ തെറാപ്പിയിലുണ്ട്. പിന്നെ കുറേ ചികിത്സാ രീതികളുടെ ഗവേഷണത്തിലാണ്, റിസർച്ച് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം വളരെയധികം റിസർച്ച് നടക്കുന്ന ഒരു മേഖലയാണ് ബ്രെയിൻ ട്യൂമേഴ്സും അതിൻ്റെ ചികിത്സാ രീതികളും. ഇപ്പം ചികിത്സിക്കാൻ പറ്റത്തില്ല എന്ന് പറയാത്ത പല ബ്രെയിൻ ട്യൂമേഴ്സും ഇനിയും ഭാവിയിൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.